നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോറി അവന്തിക മാഡം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ശരി. അപ്പൊ അർച്ചനയുടെ കാല് പിടിക്കാം, എന്റെ കാല് പിടിക്കാൻ വയ്യ. കാണിച്ചു തരാം ഞാൻ. അവന്തികയ്ക്കും ധനുഷിനും ഇടയിൽ എന്തോ ശത്രുതയുണ്ട്. അങ്ങനെ ഗൃഹപ്രവേശനം കഴിഞ്ഞു. ഇനി മുറിയിലേക്ക് പോകാം. അർച്ചനെ, ഇവരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വെക്കോളൂ. ഇനിയാ നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. നന്ദേട്ടനും സന്ദീപേട്ടനും ഞങ്ങളോട് ക്ഷമിക്കില്ലേ ഏട്ടത്തി? കാലം ഉണക്കാത്ത മുറിവുകളില്ലല്ലോ, അങ്ങനെ സമാധാനിക്കാം. അവര് ക്ഷമിച്ചാലും ഇല്ലെങ്കിലും നീ അവരുടെ അനിയത്തി തന്നെയാ. അതിന് മാറ്റാൻ പറ്റില്ലല്ലോ. ഈ അകൽച്ചയൊക്കെ സാവധാനം മാറിക്കോളൂ. ഞാൻ പോയി അവരോട് മാപ്പ് പറഞ്ഞാലോ? അവരോട് ക്ഷമ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇപ്പൊ വേണ്ട. അതിനുള്ള അവസരം വരട്ടെ, എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ. ഏട്ടത്തി നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഈ മുറിവുകളൊക്കെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഒരേ വയറ്റിൽ പിറന്നവർക്ക് ഒരുപാട് കാലം അകന്നിരിക്കാനൊന്നും സാധിക്കില്ല. എനിക്ക് അർച്ചന മാഡത്തോട് ഒരു ക്ഷമ പറയാനുണ്ട്. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ട്. മാഡത്തിന് അതൊന്നും വലിയ കാര്യമല്ലായിരിക്കും, പക്ഷെ എന്റെ മനസാക്ഷി എന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഞാൻ മാഡത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, വളരെ റഫായിട്ട് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയുള്ള ചിന്തകളൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ, ഈ കുടുംബം ഒത്തൊരുമിച്ച് പോവാൻ വേണ്ടിയാ. അതിനേക്കാൾ വലിയ ഒരു താല്പര്യവും എനിക്കില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിന്. ഇവിടെ ഇപ്പൊ സമാധാനത്തിന് എന്താ കുഴപ്പം? നിങ്ങൾക്കിവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെയുള്ളവര് ധനുഷിന്റെ അച്ഛനും സഹോദരങ്ങളും അങ്ങനെ ചിന്തിച്ചാ മതി. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അച്ഛന് വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. ഈ വീടിന്റെ നെടുന്തൂൺ അച്ഛനാ. അച്ഛന്റെ വാക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ മറ്റെന്തും. നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. പിന്നെ ഇന്നു മുതല് ഈ മാഡം എന്നുള്ള വിളി വേണ്ട, അർച്ചന, അത് മതി. ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെ. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമോ? പറ്റും. അർച്ചനടത്തേക്ക് പറ്റും. ഏട്ടത്തി തന്നെയാ ഈ വീടിന്റെ ഐശ്വര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.